നാണി ബഗന ഐ എത്ര നേരായി നോമ്പ് ഇവിടെ ബസ് കാത്തു നിൽക്കണോ? ഇനി വല്ല മിന്നൽ പണിമുടക്കുവാണോ? ഐ ധാരാത് ടിൻറ്റുമോനല്ലേ? നാളായല്ലോ കണ്ടിട്ട്. എങ്ങട്ടാ? ഞാൻ എന്റെ അമ്മാവന്റെ വീട് വരെ ഒന്ന് പോവാ. ഹായ് മിടുക്കൻ. എവിടെയാ തന്റെ അമ്മാവന്റെ വീട്? അടുത്ത സ്റ്റോപ്പിലാ. അത് കൊള്ളാലോ. ഞാനും അടുത്ത സ്റ്റോപ്പിലേക്കാ. അയ്യോ, നമ്പൂരി കേറിയിട്ടില്ല. മൂപ്പരി ബസ്സിൽ കയറേണ്ട ആളാ. കണ്ടക്ടർ ചേട്ടാ, ആ നമ്പൂരി കേറിയിട്ടില്ല. അയ്യോ മോൻ ബേജാറാവണ്ട. അത് മൂപ്പരുടെ സ്ഥിര ഏർപ്പാടാ. അയാള് ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുക മാത്രമേ ചെയ്യൂ, ബസ് കയറില്ല. അതങ്ങനെയാ. എന്നിട്ട് ദേ ഇങ്ങനെ ബസ്സിന്റെ പിറകെ ഓടും. വെറുതെ അല്ല നമ്പൂരിമാരുടെ പേരിൽ ഓരോരോ തമാശൊക്കെ ഇറങ്ങണ്. ഈ കണക്കിന് ഞാൻ എത്രയോ ഭേദം. മോനെ മോനെ ടിൻഡോ. ചേട്ടൻ എന്ത് പണിയാ കാണിച്ചേ? ബസ്സിൽ കേറാതെ ഇങ്ങനെ ബസ്സിന്റെ പിന്നാലെ ഓടിയതെന്തിനാ? ചേട്ടൻ എന്താ വട്ടാണോ? ഈ വട്ടോ നോമിനോ ഭയങ്കര ബുദ്ധിയാ, കൂർമ്മ ബുദ്ധി. അതുകൊണ്ടല്ലേ നോം ബസ്സിൽ കയറാതെ ഇങ്ങനെ പിന്നാലെ ഓടിയത്. എന്ത് വിട്ടിത്താ ചേട്ടാ നിങ്ങൾ ഈ പറയണേ? എടോ കൊശവാ, തനിക്ക് ആ സ്റ്റോപ്പിൽ നിന്ന് ഈ സ്റ്റോപ്പിലേക്ക് എത്താൻ ബസ് കാശിന്റെ വകയിൽ എത്ര രൂപ ചെലവായി? 4 രൂപ. തനിക്ക് ആ സ്റ്റോപ്പിൽ നിന്ന് ഈ സ്റ്റോപ്പിലെത്താൻ വേണ്ടി 4 രൂപ ചെലവായി. എന്നാലേ നോമിനെ 4 രൂപ ലാഭം, 5 പൈസ ചെലവായില്ല. നോമും തന്നെ പോലെ ആ സ്റ്റോപ്പിൽ നിന്ന് ഈ സ്റ്റോപ്പിലേക്ക് എത്തുകയും ചെയ്തു. അതെ, അതാ പറഞ്ഞത്. നോമിന് ഭയങ്കര ബുദ്ധിയാ. ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവൂലേ? ചേട്ടനൊരു കാര്യം ചെയ്യ്, നാളെ ഇതേ സമയത്ത് ഇതേ ബസ് സ്റ്റോപ്പിൽ നിൽക്ക്. ഇതിനേക്കാളും കാശ് ലാഭിക്കാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നാളെ കാണാം. അത് കൊള്ളാലോ, ചെക്ക കൊള്ളാം. ഇന്ന് 4 രൂപ ലാഭിച്ചു. നാളെ ഇവന്റെ വിദ്യ ഉപയോഗിച്ച് ഒരു 8 രൂപയെങ്കിലും ലാഭിക്കണം. അങ്ങനെ നോമൊരു പണക്കാരനായിട്ട് മാറും. എവിടെ പോയി? ആ ചെക്കനെ കാണാനില്ലല്ലോ. ഈ ബസ്സിന്റെ പിറകെ ഓടണോ? അല്ലേ വേണ്ട, ഇതിനേക്കാളും കാശ് ലാഭിക്കാനുള്ള വിദ്യയുമായി അവൻ വരുമല്ലോ. എന്നിട്ട് തീരുമാനിക്കാം. ചേട്ടാ, എത്ര നേരായി നോം നിന്നെ കാത്തിരിക്കണമെന്നറിയോ? ആ കാശ് ലാഭിക്കാനുള്ള വിദ്യ എളുപ്പം ഇങ്ങോട്ട് പറഞ്ഞേ. നോമിന് കേൾക്കാൻ ധൃതിയായേ. ഈ ഇരിക്കുന്ന ബാബുചേട്ടന്റെ അതാണ് ഈ ടാക്സി. ബാബുചേട്ടൻ ദിവസവും രാവിലെ ഈ സമയത്താ വീട്ടിൽ നിന്ന് ഇതിലെ ടാക്സി സ്റ്റാൻഡിലേക്ക് പോവാ. ഓക്കെ, ബാബുചേട്ടന്റെ ടാക്സി ഇവിടെ എത്തുമ്പോ നമ്പൂരി ചേട്ടൻ ഈ ടാക്സിയുടെ പിന്നാലെ അടുത്ത സ്റ്റോപ്പ് വരെ ഓടണം. ഓ ആയിക്കോട്ടെ. ബസ്സിന്റെ പിന്നാലെ ഓടിയ 4 രൂപയല്ലേ ലാഭിക്കാനാവൂ. ടാക്സിയുടെ പിന്നാലെ ഓടിയാലേ മിനിമം 100 രൂപയെങ്കിലും ലാഭിക്കാം. നോക്കൂ ടിൻഡു, നമ്മുടെ രാജ്യം എത്ര സുന്ദരമാണെന്ന്. നമ്മൾ പെറ്റമ്മയെ പോലെ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കണം. എന്നിട്ട് വേണം ഈ രാജ്യത്തെ പിടിച്ച് വല്ല വൃദ്ധസദനത്തിലും കൊണ്ടുപോയിടാൻ. ഒന്ന് ചുമ്മായിരി. എടാ, എനിക്ക് രാജ്യസ്നേഹമില്ലെന്നാണോ നീ പറയുന്നത്? എങ്കിൽ നീ നോക്കിക്കോ, ഇന്നു മുതൽ ഞാൻ ഒരു തരത്തിലുള്ള വിദേശ വസ്തുക്കളും ഉപയോഗിക്കില്ല. നീ എന്തു ചെയ്യും? അച്ഛൻ നോക്കിക്കോ, ഇനി മേലിൽ ഞാനൊരൊറ്റ ഇംഗ്ലീഷ് പരീക്ഷയിലും പാസ്സാവില്ല. രാജ്യസ്നേഹം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. അങ്ങനെ ഇട്ടാ പറ്റില്ലല്ലോ. അച്ഛാ, എനിക്കൊരു ഐസ്ക്രീം വാങ്ങിത്തരുമോ? അതൊന്നും വേണ്ട. അച്ഛനല്ല, എനിക്കാ. വാങ്ങിത്തരുമോ? അതൊന്നും ശരിയല്ല ടിൻഡു. അച്ഛനൊന്ന് വയസ്സായിക്കോട്ടെ, വല്ല വൃദ്ധസദനത്തിലും കൊണ്ടുപോയിടും ഞാൻ. അപ്പളേ ഈ അച്ഛൻ പഠിക്കൂ. എന്താടാ വിറുവിറുക്കുന്നത്? ഐസ്ക്രീം കഴിക്കാൻ കൊതിയാവുണ്ടെന്ന് പറയായിരുന്നു. ഒരെണ്ണം മതി അച്ഛാ. നിനക്കിപ്പോ വിശക്കുന്നുണ്ടോ? അങ്ങനെ ചോദിച്ചാ വിശപ്പില്ല, ഒരു കൊതി മാത്രം. എടാ, ആഗ്രഹങ്ങൾ അടക്കി വെക്കാൻ കഴിയുന്നവനാണ് വലിയവൻ. എനിക്ക് ഐസ്ക്രീം വാങ്ങി തരാതെ ഇരിക്കാനല്ലേ അച്ഛൻ ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹം അച്ഛൻ ആദ്യം അടക്കി വെച്ചാ മതി. അച്ഛാ, എനിക്ക് വയറ് നിറയാനല്ല, ഒന്ന് ടേസ്റ്റ് ചെയ്യാനാ. ടേസ്റ്റ് നോക്കാനാണെങ്കിൽ ഒന്ന് നക്കി നോക്കിയാ പോരേടാ. വെറുതെ കാശ് കളയുന്നെന്തിനാ? എങ്കിൽ അച്ഛൻ ആ കടക്കാരനോടൊന്ന് പറയോ, എന്റെ മോന് നക്കി നോക്കാൻ ഒരു ഐസ്ക്രീം തരുമോന്ന്.
അയാൾ സമ്മതിച്ചാ ഞാൻ നക്കാം. എടാ, നമ്മൾ എന്ത് ചിലവാക്കുമ്പോഴും മറ്റുള്ളവരെ ഓർക്കണം. പച്ചവെള്ളം കുടിക്കാൻ കാശില്ലാത്ത പാവങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പോഴാണോ നീ ഐസ്ക്രീം കഴിക്കുന്നത്? എടാ, രാജ്യസ്നേഹം വേണം, രാജ്യസ്നേഹം. സോറി അച്ഛാ. അച്ഛാ, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത കുറെ ആളുകൾ നമ്മുടെ രാജ്യത്തില്ലേ? പിന്നെ കോടിക്കണക്കിന്. എന്നിട്ടാണോ അച്ഛാ നമ്മൾ ഈ പാന്റും ഷർട്ടും ഒക്കെ ഇട്ട് നടക്കണ? രാജ്യസ്നേഹം അല്ലേ അച്ഛാ നമുക്ക് വലുത്? ഇന്നു മുതൽ നമുക്ക് ഉടുക്കാതെ നടക്കാച്ചാ. എവിടെ ആയിരുന്നു പട്ടി ഇത്രയും കാലം? എടാ, നീ എന്താ വിളിച്ചേ? ചൂടാവാതെ ഈ പട്ടിയെ കുറിച്ചാ ചോദിച്ചേ. ഇവൻ എന്റെ കസിന്റെ വീട്ടിലായിരുന്നു. അച്ഛനിപ്പോ ഇങ്ങോട്ട് കൊണ്ടുവന്നു. എനിക്കാണെങ്കി ഈ സാധനത്തിനെ കണ്ടൂടാ. ആ, ഒരു പട്ടിക്ക് മറ്റേ പട്ടിയെ പിടിക്കില്ലെന്നാ. പിന്നെ നീ ഇതിനെ കൊണ്ട് എന്തിനാ നടക്കുന്നേ? ഇതിന് രണ്ടിന് പോവാൻ. നിന്റെ വീട്ടിലോട്ട് വരട്ടെ? എന്റെ അമ്മോ, വേണ്ട വേണ്ട വേണ്ട. എടാ ടിൻഡു, എങ്ങോട്ടാ ഈ പുരാവസ്തുവായിട്ട്? എന്താ ചേട്ടന് വേണോ? ഇത് ഷോക്കേസിൽ വെക്കാം. എന്റെ അമ്മേ വേണ്ട. എടാ ടിൻഡു, കം ഹിയർ. ഫയൽവാൻ കം ഹിയർ, കം ഓൺ. അച്ഛാ, ആരാ അച്ഛാ ഇതിന് ഈ പേരിട്ടത്? എന്റെ അച്ഛൻ ഇട്ടതാ. പണ്ട് ഇവനെ കണ്ടാൽ ഘടാഘടിയനായിരുന്നു. ഫയൽവാൻ ഇപ്പൊ വെറും ജാമ്പവാൻ. കൊണ്ടു നടക്കാൻ ഈ നിർഭാഗ്യവാനും. കഷ്ടം. ടിൻഡു, ഇങ്ങനെ ആയാ പറ്റില്ല. ടിൻഡുവിന്റെ മുമ്പില് എങ്ങനെയെങ്കിലും ആളാവണം. ദൈവമേ, സിനിമ കഴിഞ്ഞപ്പോ വല്ലാതെ രാത്രിയായി പോയി. അച്ഛൻ കാണാതെ വീട്ടിലെത്തണം. ആളാകാൻ പറ്റിയ സമയം. ദാ ഒരു കള്ളൻ. നാളെ മുതൽ ഞാൻ ഹീറോ. എന്റെ അമ്മോ, എന്നെയോ പൊന്ന പട്ടി കടിച്ചടാ. പട്ടി കടിച്ച ഡോക്ടർ 10 ഇഞ്ചക്ഷനെങ്കിലും എടുക്കണം. 10 ദിവസം ലീവ് എടുക്കാം, കുഴപ്പമില്ല. ഓ, കടിച്ചത് ആ പട്ടിയായത് ഭാഗ്യം. അതിനൊരൊറ്റ പല്ലുമില്ല. അപ്പൊ ഇഞ്ചക്ഷൻ? അതിന്റെ ആവശ്യമില്ല ടിൻഡു. കടി കൊണ്ടില്ലല്ലോ. ഒരു കാര്യം ചെയ്യ് ഡോക്ടർ. പട്ടിക്ക് പല്ലില്ലാത്ത സ്ഥിതിക്ക് സൂചിയില്ലാത്ത സിറിഞ്ചോണ്ട് കുത്തിയാ മതി. എങ്ങനുണ്ട്? സിനിമാ തോരങ്ങളുടെ ഫോൺ നമ്പറുകൾ. താരങ്ങളുടെ ഫോൺ നമ്പറുകൾ. വില പന്ത് 10 രൂപ. മാത്രം കൊള്ളാലോ. ചേട്ടാ, എനിക്ക് ഈ സിനിമാ താരങ്ങളുടെ ഫോൺ നമ്പറുകൾ വേണം. പുസ്തകം 10 രൂപ. ഒരു പേന തരുമോ ചേട്ടാ? ഒരു കഷ്ണം കടലാസ് തരുമോ ചേട്ടാ? ബുക്ക്. താങ്ക് യു. എടാ, നിനക്ക് പുസ്തകം വേണ്ടേ? പിന്നെ സിനിമാ താരങ്ങളെ വിളിച്ച് നേരം കളയാനല്ലേ എനിക്ക് സമയമുള്ളു. എനിക്ക് മോഹൻലാലിന്റെ നമ്പർ വേണമായിരുന്നു. അത് കിട്ടി. താങ്ക് യു. താങ്കൾ വിളിക്കാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്റെ കുടുംബം വഴിയാധാരാക്കിയിട്ട് സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുക. എന്നെങ്കിലും എനിക്ക് ലൈനിൽ കിട്ടും. എന്താടാ ടിൻഡു, മൊബൈലും എന്താ പിറുപിറുക്കുന്നത്? ഞാൻ നമ്മുടെ മോഹൻലാൽ ചേട്ടനെ ഒന്ന് വിളിക്കാൻ നോക്കിയതാ, പക്ഷെ കിട്ടുന്നില്ല. മോഹൻലാലിനെയോ? പുള്ളി നിനക്ക് പരിചയമുണ്ടോ? അങ്ങനെ പരിചയമില്ലാത്ത ആരാടോ നമ്മുടെ രാജ്യത്തുള്ള? മണ്ടൻ, ഒന്നുമില്ല. നീ എന്തു പറയാനാ വിളിച്ചത്? 2 ചീത്ത പറയാൻ. അയ്യോ, ലാലേട്ടനെ ചീത്ത പറയാനോ? ദേ, ഫാൻസുകാരെ കേൾക്കണ്ട, നിന്നെ തല്ലി ഓടിക്കും. എന്താടാ പ്രശ്നം? അങ്ങേരുടെ വാക്ക് വിശ്വസിച്ച് എന്റെ അച്ഛൻ ആകെ നശിച്ചു പോയടാ ദീപു. ദേ, അനാവശ്യം പറയല്ലേ. നിനക്ക് വട്ടല്ല ദീപു. 1 മാസം മുമ്പേ രാവിലെ ഞാനും എന്റെ അച്ഛനും TV കണ്ടോണ്ടിരിക്കായിരുന്നു. അപ്പോഴാണ് ലാലേട്ട എലിബാർ ജ്വല്ലറിയുടെ പരസ്യത്ത് പറയുന്നത് അവിടുന്ന് പൊന്നു വാങ്ങണം, അത് വളരെ കേമാണെന്ന്. എന്നിട്ടോ
ഉച്ചയായപ്പോ അതേ ടിവിയില് അതേ ചാനലില് മോഹൻലാൽ തന്നെ പറയുക, വീട്ടിൽ സ്വർണം വെച്ച് വെറുതെ നാട്ടിൽ തെണ്ടി നടക്കാതെ കൊണ്ടുപോയി പണയം വെക്കാൻ. അച്ഛൻ എന്തു ചെയ്തു? അച്ഛനാരാ മോൻ. അപ്പൊ തന്നെ സ്വർണം മുഴുവൻ എടുത്ത് മറ്റേപ്പുറം ഫൈനാൻസിൽ കൊണ്ടുപോയി വെച്ച് കാശ് വാങ്ങി. വൈകുന്നേരം ആയപ്പോഴല്ലടാ ദീപു സംഗതി പ്രശ്നമായത്. എന്തു പറ്റി? എന്ത് പ്രശ്ന? വൈകുന്നേരം ആയപ്പോ ടിവിയിലിരുന്ന് ലാലേട്ടനൊരു ചോദ്യം, വൈകിട്ട് എന്താ പരിപാടിന്ന്. കേട്ട പാതി കേൾക്കാത്ത പാതി അച്ഛൻ അറിഞ്ഞൊരു ഓട്ടം. എവിടേക്ക്? ബാറിലേക്ക്. ആ കാശ് മുഴുവൻ വെള്ളടിച്ച് തീർത്തു. അങ്ങനെ ലേനി കിട്ടട്ടെ. ഇതെന്ത് പണിയാന്ന് ചോദിക്കണല്ലോ.